ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മസാല പുരട്ടിയിട്ട് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ മസാല പുരട്ടിയതിന് ശേഷം വേണം നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. ഇതിൽ കൂടുതൽ സമയം വെക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം, പക്ഷേ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ മസാല തേച്ചിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലും നെയ്യും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ ഓയിലിൽ മാത്രമായിട്ടും ചെയ്യാം. ഞാനിവിടെ രണ്ടും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 5 സവാളയാണ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ടുള്ളത്. 1 കിലോ ബിരിയാണി, 1 കിലോ ചിക്കൻ, 1 കിലോ അരി എന്നുള്ള അളവിലേക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള 5 സവാള എടുത്തിട്ട് ചെറുതാക്കി കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. സാധാരണ ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതൊക്കെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനി അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഓയിലിൻ്റെ അളവ് പറയണില്ല കേട്ടോ, ഞാൻ അങ്ങനെ അളന്നിട്ടല്ല ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഉള്ളി മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ ഒരു ഭാഗം ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മസാലയിലേക്ക് ഇടുന്ന സമയത്ത് ഉള്ളിലേക്ക് മസാല പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. എന്നാലും ആ ഒരു ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ്, നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 ഭാഗവും ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഓയിലിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം അതേ ഓയിലിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് അളവൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓരോന്നിട്ടിട്ട് ഒരുപാട് സമയം വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ചൂടായിട്ടുള്ള ഓയിൽക്ക് തന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് തന്നെ തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ ബിരിയാണിയുടെ ഏറ്റവും ഒരു എളുപ്പമായിട്ടുള്ളൊരു രീതി കേട്ടോ. ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിനയില, കറിവേപ്പില ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളൊരു കൈപ്പിടിക്ക് അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ഇതുണ്ട്, ചിക്കനിൽ ഉപ്പുണ്ട്. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെയാണ് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ തൈര് ചേർക്കണില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, സവാള, അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകുതി നമ്മൾ ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല, ഇത് ദമ്മ് കടന്നിട്ട് തന്നെ ആയിക്കോളും. അതാണ് ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടുക കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിവിടെ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള ചോറാണ്. നിങ്ങൾക്കിത് ബസ്മതി റൈസോ കൈമയിൽ ഏത് റൈസിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ബിരിയാണി ലെയർ ചെയ്യുന്നതേ പോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിനയില അരിഞ്ഞത്, അതുപോലെ പൊരിച്ച് വെച്ചിട്ടുള്ള സവാള, ഗരം മസാല എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് വീണ്ടും നമ്മളതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ബിരിയാണി ലെയർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. എത്രത്തോളം ചോറുണ്ട് അതിനനുസരിച്ചിട്ട്, എത്ര ലെയറുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഈ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ തീ
വേണം കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം തുറന്നിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ചോറ് മിക്സ് ചെയ്തിട്ട് വിളമ്പിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഓരോന്നും ഇട്ട് നമുക്കിങ്ങനെ ഒരുപാട് സമയം വഴറ്റിയെടുത്ത് സമയം കളയേണ്ട അങ്ങനത്തെ ഒരു ബിരിയാണിയല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.